കേരളത്തിലെ ഈ ഫോറസ്റ്റ് രാജാന്ന് ഞാൻ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാർക്ക് എന്തും ചെയ്യാം, എവിടെയും കയറി ആളുകളെ ഉപദ്രവിക്കാം എന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ഒക്കെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ പേടിച്ച് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇത്രയും നാളും ഈ പ്രശ്നവുമായിട്ട് ഇടപെട്ടപ്പോൾ മന്ത്രിമാരെ കാണുകയുണ്ടായി, രാഷ്ട്രീയക്കാരെ കാണുകയുണ്ടായി. ഒരു പറഞ്ഞ ഫോറസ്റ്റുകാരാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നാട്ടിൽ സ്വൈര്യമായിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ വന്യമൃഗങ്ങളെ ഭയപ്പെട്ടാൽ മതിയാകുന്നു. ഇപ്പോൾ വന്യമൃഗങ്ങളെക്കാളും ഭീകര ജന്തുക്കളാണ് ഇവിടെ ഫോറസ്റ്റുകാരായിട്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഈ നാടിനെ ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന, ഈ നാട്ടിലെ സ്വൈര്യജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഫോറസ്റ്റുകാരുടെ മനോഭാവമാണ്. ഫോറസ്റ്റ് എന്നുള്ളത് അത് ജണ്ടയിട്ട് വേർതിരിച്ചിട്ടുള്ള സ്ഥലമാണ്. അതിന് പുറമേ ഉള്ളത് ഫോറസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാർക്ക് പട്ടയം ഇല്ല എന്നുള്ള പേരിൽ എല്ലാം ഫോറസ്റ്റുകാരാണെങ്കിൽ ഈ നാട്ടിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. എത്രയോ മനുഷ്യർ വർഷങ്ങളായി ഇവിടെ കൃഷി ചെയ്ത് ആ കൃഷിയുടെ ഫലം കൊണ്ട് ഈ നാടിന് ഒത്തിരിയേറെ ഐശ്വര്യവും ഒത്തിരിയേറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പട്ടയം കിട്ടിയ ഭൂമിയോ അല്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് ഇവർക്ക് എഴുതി കിട്ടിയ ഭൂമിയൊന്നുമല്ല. പക്ഷെ ഒരു കാലത്ത് കേരളത്തിൽ ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ ജനങ്ങളെ ഗവൺമെൻറ്റുകൾ തന്നെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഈ കൃഷിയൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ ഫോറസ്റ്റുകാരുടെ ഒരു വിളയാട്ടം എന്ന് പറയാൻ വേണമെങ്കിൽ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഫോറസ്റ്റുകാർ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നത്. ഇത് അവർ ഭീകര സംഘടനകളെക്കാളും കഷ്ടമാണ് ഫോറസ്റ്റുകാരുടെ ഇടപെടലുകളും അവരുടെ നടപടികളും. നിയന്ത്രിക്കാൻ പോലീസിന് പോലും സാധിക്കുന്നില്ല എന്നതാണ്. ഇത്രമാത്രം അധികാരം ദുർവിനിയോഗം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എവിടെയും എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് ഫോറസ്റ്റുകാർ കൊടുത്തു തന്നെ വലിയ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒത്തിരിയേറെ ജനങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഒരു കാരണം അതും കൂടിയാണ്. ഈ നാട്ടിൽ സ്വൈര്യത കിട്ടുന്നില്ല, ഗവൺമെൻറ്റുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അവർ നിസ്സഹായരാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫോറസ്റ്റ് രാജാണെന്ന് ഞാൻ പറയുന്നു. അതിന് അറുതിയില്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കേണ്ടി വരും. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് വലിയ ആഴ്ചയാണ്, നമ്മൾ അധികം പ്രതിഷേധപ്പെടുത്തി പോകണ്ട, എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ, അതിനുശേഷം നമുക്ക് പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പ്രതികരണം ഉണ്ടാവും, സംശയമൊന്നുമില്ല. കാരണം ഈ കുരിശ് അവിടുന്ന് മാറ്റണമെങ്കിൽ അവർക്ക് നേരത്തെ ഇവിടെ വികാരിയച്ഛനോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ പറയാമായിരുന്നു, അവിടെ നിങ്ങൾ വെച്ചിരിക്കുന്ന കുരിശ് മാറ്റിത്തരണം പറയാമായിരുന്നു. പറഞ്ഞില്ല. യാതൊരു മുന്നറിയിപ്പും കൂടാതെ രാവിലെ 7:30 വന്നാണ്, ആരും ഇല്ലാത്ത സമയത്ത് കള്ളന്മാരെ പോലെ വന്നാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അവഹേളിക്കുന്നതിന് തുല്യമാണത്. പിന്നെ ഞങ്ങളതിൻ്റെ വീഡിയോ കണ്ടു. കുരിശ് എടുത്തുകൊണ്ട് ഓടിപ്പോവുകയാണ്. ഒരു സ്ത്രീ കൊണ്ട് കൂടെ, ഫോറസ്റ്റാന്നേ കരുതുന്നു. അങ്ങനെ ഇവരെ ഈ കള്ളന്മാരെ പോലെ ഒന്ന് ഇത് വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അത് കുരിശിനെ അവഹേളിക്കുന്നതാണ്, നമ്മുടെ വിശ്വാസത്തെ അവഹേളിക്കുന്നതാണ്. ഇത് ഇങ്ങനെ നിസ്സാരമായിട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഫോറസ്റ്റുകാർ ഒന്നുകിൽ ഇതിന് പരിഹാരം ചെയ്യണം, അല്ലെങ്കിൽ ഫോറസ്റ്റുകാരെ നിലയ്ക്ക് നിർത്താനായിട്ട് ഗവൺമെൻറ് സാധിക്കണം. സാധിക്കാത്ത അവസ്ഥയിൽ ജനങ്ങൾ പ്രതികരിക്കും, സംശയമൊന്നുമില്ല. പിതാവേ, വന്യമൃഗശല്യത്തിനെതിരെ ഏറ്റവും അധികം പ്രതിഷേധിച്ച ഒരു രൂപതയാണ് കോതമംഗലം രൂപത. കുടിയേറി പാർത്ത സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ, കൂടുതലും കർഷകരാണ് ഉള്ളത്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതികരണമോ ഒരു പ്രതിരോധമാണോ വനംവകുപ്പിൻ്റെതെന്ന് തോന്നുന്നു? അതിൽ എനിക്കും സംശയമുണ്ട്. കാരണം ഞങ്ങളുടെ കോതമംഗലം രൂപതയുടെ പല സ്ഥലങ്ങളും വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതാണ്. അവിടെയൊക്കെ ആളുകൾ ഭീതിയിൽ കഴിയുന്നു. ഞാൻ ഇന്നലെ മാമലക്കണ്ടം, പഴംപിള്ളിച്ചാൽ, പരിശക്കല്ല് അതിർത്തികളിൽ പോയിരിക്കുകയായിരുന്നു. ഇന്നലെ ഓശാനയ്ക്ക് അവിടെയായിരുന്നു. ആ ജനങ്ങളൊക്കെ പറയുകയാണ്, പിതാവ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല,
വന്യമൃഗങ്ങളുടെ ശല്യത്തേക്കാൾ കൂടുതൽ വനപാലകരുടെ ശല്യമാണെന്ന് അവർ പറയുന്നു. എന്തു ചെയ്യാൻ പറ്റും? ഈ നാട്ടിൽ സ്വൈര്യതയോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ കോതമംഗലം രൂപതയിൽ നിന്ന് ഇതുവരെ പ്രതികരണം വരുമ്പോൾ അവർ പ്രതികാരം ചെയ്യുന്നതാണ് സംശയമുണ്ട് എനിക്ക്. ഫോറസ്റ്റുകാർ ഈ ഇതിന് എതിരായിട്ട് ഏതെങ്കിലും രീതിയിൽ ഈ പ്രതികരിക്കുന്നതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. ഇതാണ് ഒരു ചോദ്യം. ഇതാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഫോറസ്റ്റുകാർ വന്ന് ഈ ചെയ്തത് റവന്യൂ വകുപ്പിന്റെ ഒത്താശയോട് കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെയും ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയാണ് വന്ന് പിടിച്ച് മാറ്റുകയും ഇങ്ങനെ ഒരു വിഷമകരമായ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇത് കരുതിക്കൂട്ടി, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചോളം ഈ നോമ്പിന്റെ അവധി അല്ലെങ്കിൽ അതിന്റെ അനുഷ്ഠാനത്തിന്റെ ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള ചിന്ത അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടും അവരുടെ മനഃപൂർവ്വം ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും കൂടിയാണ് അവർ ചെയ്തത്. അതിനെക്കുറിച്ച് ഇതാണ് പറയുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ ഫോറസ്റ്റുകാരെ എല്ലാവർക്കും ഭയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ രാഷ്ട്രീയക്കാരെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും കാണുകയുണ്ടായി. ഫോറസ്റ്റുകാർ പറയുന്നതിற்கு വ്യത്യാസത്തോടെ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു വന ഭേദഗതി നിയമം ഉണ്ടാക്കി, അത് ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്തതാണ്, മന്ത്രി അത് പറയുന്നത്. അല്ലാതെ മന്ത്രിക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. ഫോറസ്റ്റുകാർ എഴുതി തന്ന് ഞാൻ വായിച്ചു. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റിൻ്റെ കീഴിൽ നിന്നുള്ള ആ ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ നാം കാണുന്നത്. അതുകൊണ്ട് ഈ സമുദായത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള പദ്ധതിയാണെന്ന് ഞാൻ കരുതുന്നു. അച്ഛനോടാണ് ചോദിക്കുന്നത്. നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. നമുക്ക് ഒരു കൈവശ അവകാശം പേപ്പർ നാട്ടുനടപ്പനുസരിച്ചുള്ള പേപ്പർ നമ്മളതിലുണ്ട്. പട്ടയമില്ലാത്ത സ്ഥലത്തിന് കൈവശ രേഖയാണുള്ളത്. ആ എഴുതി തരുന്ന ആള് അത് മുദ്രപത്രത്തിൽ എഴുതി തന്നിട്ടുണ്ട്. ആ ഒരു രേഖ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പം അതിന്റെ വിവരങ്ങൾ നമുക്ക് അത് എന്നാണ് അത് എഴുതിയത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശദമാക്കാൻ പറ്റും. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഈ സ്ഥലം പള്ളിക്കായിട്ട് എഴുതി തരുന്നത്. അപ്പം എത്ര നാള് ഈ കൈവശം വെച്ചിട്ട് നമുക്ക് തന്ന ആളുടെ കൈവശം എത്ര കാലം ഉണ്ടായിരുന്നു, അങ്ങനെ എന്താറുണ്ടോ? 2016 ഈ ബെന്നി എന്ന് പറഞ്ഞ ആള് അവിടെ ഈ സ്ഥലം വാങ്ങിക്കുന്നത്. വേറെ ആളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് കൃത്യം എനിക്ക് അയാളെ അറിയില്ല. നമ്മുടെ ഈ കുരിശ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരുന്ന ആ സ്ഥലത്തിന്റെ ഏകദേശം ചേർന്നത് റോഡ് പോകുന്നത് ഉണ്ട്. അത് അപ്പൊ ആ റോഡുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഇവിടെ അവരുടെ ഒരു പരിശോധന ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആ റോഡ് പോകുന്ന ഭാഗത്തായിരുന്നു കുരിശ് ഉണ്ടായിരുന്നത്. അതോ അത് പക്കത്തായിരുന്നു? കുരിശ് റോഡിന് ഉള്ള സ്ഥലം എടുത്തതിന് ശേഷം അതിന് അപ്പുറത്തെ മറുവശത്ത് ഇടതുവശത്താണുള്ളത്. ഒരിക്കലും റോഡിലല്ല. റോഡിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കത്തക്ക വിധത്തിലാണ് സ്ഥലം ലഭിച്ചിട്ടുള്ളത്.